ഞങ്ങൾക്ക് പ്രായമായവർക്കൂടുള്ള സിമ്പിൾ എക്സസൈസുകൾ പറഞ്ഞു തരണം. അമ്മ, നിങ്ങളെ പോലെ പ്രായമുള്ളവർക്കെന്നുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ 45 വയസ്സിന് മുകളിലോട്ടുള്ളവര് അവര് എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നീ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ഫ്ലെക്ഷനിൽ ചെയ്യാൻ പാടില്ല. കാരണം ഗ്രേഡ് 4 ഡീജനറേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇഞ്ചറി അടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലുള്ള എക്സസൈസുകൾ വേണം ചെയ്യാൻ. ആദ്യം നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ മുട്ടിന്റെ ഏരിയ നല്ല രീതിയിൽ ചൂട് വെച്ച് വാമപ്പ് ആക്കിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന പോലുള്ള എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ ഒരു ടവല് നിങ്ങൾ റോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുട്ടിന്റെ അടിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ജെന്റ്ലി ആയിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഇതൊരു 30 തവണ 3 സെറ്റ് ആയിട്ട് വേണം ഈ എക്സസൈസ് ചെയ്യാനായിട്ട്. അതായത് ഗ്രേഡ് 4 ഡീജനറേഷൻ ഉള്ള വ്യക്തികളാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നിങ്ങളുടെ മുട്ട് ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് ഫ്ലെക്സ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകളോ മൂവ്മെന്റ്സുകളോ ചെയ്യാൻ പാടില്ല. പകരം നിങ്ങൾ ഈ ഒരു മൂവ്മെന്റ് വേണം ചെയ്യാൻ. ഇതേപോലെ ഒരു പില്ലോ എടുത്ത ശേഷം നിങ്ങളുടെ മുട്ടിന്റെ ഇടയിലേക്ക് വെക്കുക. മുട്ട് രണ്ടും വെച്ച് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണം. 1 2 അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യണം. 10 സെക്കൻഡ് ആദ്യം ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പതുക്കെ 20 സെക്കൻഡിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നോക്കണം. ഇതും ഒരു ദിവസം 30 റൗണ്ട് ആയിട്ട് നിങ്ങൾ 3 സെറ്റ് വീതം ചെയ്യണം. ഇതും ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് പറ്റിയ കിടിലൻ എക്സസൈസ് ആണ്. ഇതേപോലെ ഒരു പില്ലോ എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇങ്ങനെ മുട്ടിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് ബ്രിഡ്ജിങ് എന്ന് പറയുന്ന ഈ എക്സസൈസ് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബട്ടക്സ് മസിൽ നല്ല ടൈറ്റൻ ആകും. ഈ എക്സസൈസും നിങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഡീജനറേഷൻ ഗ്രേഡ് 4 ഉള്ളവരുമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ മുട്ട് രണ്ടും നിങ്ങൾ പതുക്കെ കംപ്രസ് ചെയ്തും കൊടുക്കണം. എന്നിട്ട് ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും റിലാക്സ് ചെയ്യുക. വീണ്ടും നിങ്ങൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. പതുക്കെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും താഴേക്ക് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഈ കാണുന്ന എക്സസൈസ് നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ചെയ്യാൻ പറ്റുന്നതാണ്. ആ കാണുന്ന ടവലിലേക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റേഷനറി പൊസിഷനിൽ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. 10 to 20 സെക്കൻഡ്സ് ആയിരിക്കണം നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടത്. ദിവസവും 30 റൗണ്ട് നിങ്ങൾ ചെയ്യണം. അതേപോലെ 3 സെറ്റ്. ഇത് നിങ്ങളുടെ ഹാംസ്ട്രിംഗ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഷോൾഡർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കിഡിലൻ എക്സസൈസ് ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിക് നീക്ക് വേണ്ടിയുള്ള ഈ കാണുന്ന എക്സസൈസ്. ഒരു കാരണവശാലും നിങ്ങൾ ടൂ മച്ച് ഓഫ് ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ജെന്റ്ലി ആയിട്ട് മാത്രം നിങ്ങൾ ഇങ്ങനെ ഫ്ലോറിലൂടെ നിങ്ങളുടെ ഹീല് പതുക്കെ സ്ലൈഡ് ചെയ്താൽ മതി. പതുക്കെ പ്രഷർ കൊടുത്ത് നിങ്ങൾ എക്സ്റ്റൻഷനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. അതേപോലെ പതുക്കെ പ്രഷർ കൊടുത്ത് നിങ്ങൾ ഫ്ലെക്ഷനിലേക്ക് പോകാൻ നോക്കണം. ഇതാണ് ഹീൽ സ്ലൈഡ് എന്ന് പറയുന്ന എക്സസൈസ്.